എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും സന്തോഷകരമായി നമുക്ക് ലഭിച്ച ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഗുണഭോക്താക്കൾ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ വന്നു. ഈ പരിപാടി നമ്മുടെ ഈ പ്രൈം ടൈമിൽ അതിൻ്റെ വിശദാംശങ്ങൾ കാണും. അപ്പോൾ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ ഗുണഭോക്താക്കൾക്ക് വേണ്ടി സർക്കാർ നിശ്ചയിക്കുന്നത്, അതിൻ്റെ ഉത്തരവും ഉടനെ തന്നെ പുറത്തിറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വളരെ കൗതുകമുള്ളൊരു വാർത്ത കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അതോടെ നമ്മൾ തുടങ്ങും പ്രൈം ടൈം ആരംഭിക്കണം. നല്ല വിഷമത്തിലായിരുന്നു. 32 ഉണ്ടായിരുന്നു, 2 ഉണ്ട്. അത് 2 വളരുന്നേ ഉള്ളൂ, 30 കാണാനില്ല. ആരോ കൊണ്ടുപോയി. നല്ല സങ്കടമുണ്ട്. സ്വന്തം അനിയനെയും ചേച്ചിനെയൊക്കെ പോലെ കണ്ടിരുന്ന കോളിഫ്ലവറിനെയാണ് ഇപ്പോൾ കാണാനില്ലാത്തത്. തൈക്കാട് മോഡൽ UP സ്കൂളിലെ കൊച്ചു കുട്ടികളുടെ ഈ വലിയ സങ്കടത്തിന് ഒരു മോഷണമാണ് കാരണം. തിരുവനന്തപുരം തൈക്കാടാണ് കേട്ടോ. കുഞ്ഞി കൈകൾ കൊണ്ട് നട്ട് നനച്ച് പരിപാലിച്ച് വളർത്തിയ സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിലെ വിളകൾ മൊത്തമായി മോഷണം പോയി. കുഞ്ഞുങ്ങളോട് ഇങ്ങനൊരു ക്രൂരത കാണിച്ച മോഷ്ടാവ് ആരായാലും വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. കുട്ടികളുടെ പരാതിയിൽ ഇടപെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം കൊടുത്തു. പക്ഷേ ആറ്റുനോറ്റുണ്ടായ പച്ചക്കറികൾ എണ്ണി വിളയുന്നതും കാത്തിരുന്ന കൊച്ചുമക്കൾക്ക് എങ്ങനെ ഇത് താങ്ങാൻ കഴിയും? എത്ര സൂക്ഷ്മതയോടെയാണ് അവർ ഈ കൃഷിയെ പരിപാലിച്ചത്? അവരെണ്ണമൊക്കെ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? കുഞ്ഞു മനസ്സിൽ പിള്ളവായിൽ കള്ളമില്ലെന്ന് പറയുന്നല്ലേ, കൃത്യമായിട്ട് കുട്ടികൾ പറയുകയായിരുന്നു. ഈ മോഷണം അവരുടെ കൃഷിയോടുള്ള താല്പര്യം കെടുത്തിക്കളയില്ല എന്നെനിക്ക് ഉറപ്പാണ്. തൈക്കാട് മോഡൽ UP സ്കൂളിലെ കുഞ്ഞുങ്ങൾ വലിയ അഭിനന്ദനം അറിയിക്കുന്നു. ഇനിയും നിങ്ങൾ മാതൃകാപരമായി കൃഷി തുടരണം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈം വിത്ത് SKNലേക്ക് സ്വാഗതം. ഈ കുട്ടികൾക്ക് നമ്മളൊരു വലിയ പിന്തുണ കൊടുക്കുന്നു. മന്ത്രി അങ്കിൾ നോക്കിക്കോളും. പറഞ്ഞ അതേ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് തൈക്കാട് മോഡൽ സ്കൂൾ വളപ്പിൽ കുട്ടികൾ നട്ടുവളർത്തിയ പച്ചക്കറികൾ മോഷണം പോയ സംഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഇടപെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് കുട്ടികൾ തന്നെ നമ്മളോട് പറയും. 2 ദിവസത്തെ അവധിക്ക് ശേഷം തിങ്കളാഴ്ച സ്കൂളിലെത്തുമ്പോഴായിരുന്നു കുട്ടികൾ ആ കാഴ്ച കണ്ടത്. സ്നേഹത്തോടെ നട്ടുവളർത്തിയ പച്ചക്കറികൾ ഒന്നും സ്കൂൾ വളപ്പിലില്ല. എല്ലാം ആരോ കൊണ്ടുപോയി. വിളവെടുപ്പിന് പാകമായ കോളിഫ്ലവർ മുഴുവനും പോയി. നമ്മൾ ഒരു ദിവസം വന്നപ്പോഴാണ് കണ്ടത് നമ്മുടെ കോളിഫ്ലവർ. ആദ്യം നമ്മൾ നോക്കിയപ്പോൾ 5 കണ്ണിലായിരുന്നു. അപ്പോൾ നമ്മൾ അത്ര വലിയ വിഷയമൊന്നും ആക്കിയില്ല. എന്നിട്ട് നമ്മൾ വേറൊരു ദിവസം വന്ന് നോക്കിയപ്പോൾ അത് അത്രയും കാണാതെ. CCTV വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 പ്രാവശ്യം പറഞ്ഞു. ഉറപ്പായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്ക് കുട്ടികൾ പരാതി നൽകി. പരാതി ഗൗരവമായി കണ്ട് അന്വേഷിച്ച് മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസിന് മന്ത്രി നിർദ്ദേശം നൽകി. ഇത്തരം അനുഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഞങ്ങളൊരു കോളിഫ്ലവർ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അപ്പുറം ഈ കുട്ടികളുടെ അധ്വാനമല്ലേ, അവരുടെ സന്തോഷമല്ലേ, അത് നശിപ്പിച്ചവർക്കെതിരെ എന്തായാലും നടപടി എടുത്തേ തീരൂ. എന്തായാലും ഞങ്ങൾ ഇതുകൊണ്ടൊന്നും മതിയാക്കുന്നില്ല. കൃഷി ഇനിയും പൂർവാധികം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. വിദ്യാർത്ഥികൾക്ക് മോഷ്ടാവിനോട് പറയാനുള്ളത് ഇതാണ്: ഇനി പൊതുസ്ഥലത്തൊന്നും ഇങ്ങനെ മോഷ്ടിക്കരുത്. ഇനി ഇതുപോലെ ഒരു സ്കൂളിലും മോഷ്ടിക്കരുത്. 24 തിരുവനന്തപുരം. നമ്മുടെ മിനിബാബു പറഞ്ഞു വന്ന് കോളിഫ്ലവർ തൈ മോഷ്ടിക്കാൻ ആളുകളായി. അതും കൊച്ചു കുട്ടികളുടെ അവർ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതാണ്. അവർ നട്ട് നനച്ച് വളർത്തിയ കോളിഫ്ലവറാണ് ഈ മോഷ്ടാവ് അടിച്ചുകൊണ്ട് പോയത്. ഈ മോഷ്ടാവ് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അത് മടക്കി കൊണ്ടു കൊടുക്കണം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് പുനരധിവാസത്തിന് മാനദണ്ഡം നിശ്ചയിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു. ദുരന്ത മേഖലയിലെ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെങ്കിൽ വാടകക്കാരന് പുതിയ വീടിന് അർഹതയുണ്ട്. വാടകയ്ക്ക് വീട് നൽകിയ ആളിന് വേറെ വീടില്ലെങ്കിൽ അവർക്ക് പുതിയ വീട് കിട്ടും. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണത്തിലിരുന്ന വീടുകൾ നശിച്ചെങ്കിലും അവർക്കും പുതിയ വീടിന് അർഹതയുണ്ട്. ഉത്തരവിൻ്റെ പകർപ്പ് 24 കിട്ടി. വിവരങ്ങളുമായി ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ ഉത്തരവ് എപ്പോഴാണ് ഇറങ്ങിയത്? പറയൂ.
ഈ ചൂരൽമല ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത് വീടുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ ജില്ലാ ഭരണകൂടം സർക്കാരിനോട് ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുരന്തബാധിത മേഖലയിൽ വീടുള്ള ഒരാൾക്ക് മറ്റ് മേഖലയിൽ സുരക്ഷിതമായ സ്ഥലത്തൊരു വീടുണ്ട്, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പുനരധിവാസ പദ്ധതി പ്രകാരം സർക്കാർ പുതിയ വീട് നൽകുമ്പോൾ അതിന് അർഹതയുണ്ടോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അർഹതയില്ല എന്ന ഉത്തരമാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡത്തിലുള്ളത്. അതായത് സുരക്ഷിതമായ സ്ഥലത്ത് മറ്റൊരു വീടുള്ള ആൾക്ക് ഇവിടെ വീട് നശിച്ചെങ്കിലും പുതിയ വീടിന് പ്രതിവാസ പദ്ധതി പ്രകാരമുള്ള പുതിയ വീടിന് അർഹത ഉണ്ടായിരിക്കുകയില്ല. കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്ന ആളുകൾ അവിടെ ധാരാളമായി ഉണ്ട്. ഒരു വീട്ടിൽ തന്നെ 3-4 റേഷൻ കാർഡുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുകയാണ്. എന്നാൽ ഈ കുടുംബങ്ങൾക്കെല്ലാം വെവ്വേറെ വീടുകൾ നൽകാനുള്ള തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്നവർക്ക് ഒരു റേഷൻ കാർഡിന് ഒരു വീട് എന്ന നിലയ്ക്കായിരിക്കും പുനരധിവാസ പദ്ധതി പ്രകാരം വീടുകൾ അനുവദിക്കുക. ഇതോടൊപ്പം തന്നെ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട് നശിച്ചു, അവിടെ വാടകക്കാരന് ഉണ്ട്, ആ വാടകക്കാരന് പുതിയ വീടിന് അർഹതയുണ്ടായിരിക്കും. എന്നാൽ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട്ടുടമയ്ക്ക് മറ്റ് സുരക്ഷിത സ്ഥലത്ത് വീടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുനരധിവാസത്തിന് പദ്ധതി പ്രകാരം പുതിയ വീടിന് അർഹത ഉണ്ടായിരിക്കുകയില്ല. ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിലിരിക്കെ ഈ ദുരന്തത്തിൽപ്പെട്ട ആ നിർമ്മാണത്തിലിരിക്കുന്ന വീട് നശിച്ചു എന്നിരിക്കട്ടെ, അവർക്ക് ലൈഫ് പദ്ധതി പ്രകാരം നശിച്ച വീടുകൾക്ക് പുതിയ വീടുകൾക്ക് അർഹത ഉണ്ടായിരിക്കും. എന്നാൽ മറ്റ് വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വീടുകൾ നശിച്ചതിനുള്ള ഡാമേജിനുള്ള നഷ്ടപരിഹാരം മാത്രമേ നൽകുകയുള്ളൂ. അത് 4 ലക്ഷം രൂപയാണ് SDRF അനുവദിക്കുന്നത്. അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ച് ഉത്തരവായി ഇറക്കിയിരിക്കുന്നത്. ശ്രീജിത്ത്, എന്തായാലും ഈ ഗുണഭോക്താക്കൾക്കുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് സർക്കാർ ഉത്തരവ് വന്നു കഴിഞ്ഞു എന്നാണ് ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തൃപ്പൂണിത്തുറയിൽ ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി മിഹിർ അഹമ്മദിനെ സ്ഥിരം പ്രശ്നക്കാരനായി ചിത്രീകരിച്ച സ്കൂൾ ഇന്ന് വാർത്താക്കുറിപ്പ് ഇറക്കി. എന്നാൽ മിഹിറിനെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്നും മാതാപിതാക്കൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് TC വാങ്ങിയതെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. വിഷയത്തിൽ പ്രതിഷേധം വ്യാപകമാകുന്നതിനിടെ KSU കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തി. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സഹപാഠികളായ വിദ്യാർത്ഥികളെ വെള്ളപൂശിക്കൊണ്ട് മിഹിർ പ്രശ്നക്കാരനാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഗ്ലോബൽ സ്കൂളിന്റെ വാർത്താക്കുറിപ്പ്. ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ തെളിവുകൾ ലഭിച്ചില്ല, അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കില്ലെന്നുമാണ് ഗ്ലോബൽ സ്കൂളിന്റെ വിശദീകരണം. സ്വന്തം ഇഷ്ടപ്രകാരമാണ് നേരത്തെ പഠിച്ച സ്കൂളിൽ നിന്ന് TC വാങ്ങിയതെന്ന് മാതൃ സഹോദരൻ 24നോട്. TC നമ്മൾ പേരൻസിന്റെ ഇഷ്ടത്തിന് വാങ്ങിയത്, അതായത് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാണ് ആ TC നമുക്ക് തന്നത്. അവര് നമ്മളോട് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഗ്ലോബൽ സ്കൂളിന് NOC ഇല്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിട്ടുള്ളതെന്നും റിപ്പോർട്ടിന് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി V ശിവൻകുട്ടി. അവർക്ക് NOC ഇതുവരെയും ഹാജരാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ NOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പീഡന വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കുട്ടിയുടെ മാതാവ് തെളിവായി നൽകിയിരുന്നു. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് നീക്കം. 24 കൊച്ചി. ഈ നവംബറിൽ മാത്രമാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് ഈ കുട്ടി മിഹിർ വന്ന് ചേർന്നത്. എന്നാൽ ഈ ഇതിന് ലൈസൻസ് ഇല്ല എന്ന രീതിയിൽ, മാത്രമേ NOC ഇല്ല എന്ന രീതിയിൽ ഇന്ന് മന്ത്രി ഒരു പരാമർശം നടത്തി. ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സ്കൂളിനും NOC ഇല്ല എന്നാണ് മനസ്സിലായത്. ഈ NOC കഴിഞ്ഞ 2 കൊല്ലമായി സർക്കാരിൻ്റെ പരിഗണനയിൽ കിടക്കുകയാണ്. പക്ഷേ സർക്കാർ ഇതുവരെ NOC കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത NOC എങ്ങനെ ഒരു സ്കൂളിന് കാണും എന്ന ചോദ്യം കൂടി ബാക്കിയാകുന്നു. തൃപ്പൂണിത്തുറയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റെ വാർത്താക്കുറിപ്പിനെതിരെ മിഹിറിൻ്റെ അമ്മ രംഗത്ത് വന്നു. പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതും നിരാശാജനകവുമാണ്. മിഹിറിനെ മുമ്പ് പഠിച്ച സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടില്ല, സ്വയം മാറിയതാണ്. മരിച്ചിട്ടും മിഹിറിനെ സ്കൂൾ വേട്ടയാടുന്നുവെന്നും അമ്മ പ്രസ്താവനയിൽ പറഞ്ഞു. കൊച്ചിയിൽ നിന്നും നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേർന്നു. നിതിൻ, ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ഇങ്ങനെ ഈ കുട്ടി, പ്രത്യേകിച്ച് മരിച്ചുപോയ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ച് വളരെ കുറച്ച് കാലം മാത്രമേ അവിടെ പഠിച്ചിട്ടുള്ളൂ, ആ കുട്ടിയെക്കുറിച്ച് ഇത്തരം ആക്ഷേപം ഉന്നയിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അമ്മ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? എസ്കെൻ, തീർത്തും വേദനാജനകമായ ഒരു പരാമർശം തന്നെയാണ്, ഒരു വാർത്താക്കുറിപ്പ് തന്നെയാണ് ഗ്ലോബൽ സ്കൂളിന്റെ ഭാഗത്തും ഉണ്ടായത്. നിരാശാജനകമായ സംഭവമാണ് നടന്നത്. അതിനുശേഷവും സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളെ വെള്ളപൂശുന്ന നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തും നടക്കുന്നതെന്ന ഒരു വിമർശനമാണ് അമ്മ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ നൽകിയിരിക്കുന്നത്. സ്കൂൾ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പൂർണ്ണമായും തള്ളുകയാണ്. മുൻപ് പഠിച്ച സ്കൂളിലെ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു മിഹിർ എന്ന ഒരു ആരോപണമാണ് ഇന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ നടത്തിയത്. മാത്രമല്ല, നേരത്തെ അവിടെ നിന്ന് TC വാങ്ങി പറഞ്ഞു വിട്ടിരുന്നു. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ്. കാരണം സ്കൂളിന്റെ നേരത്തെ തന്നെ, അതായത്
മുൻപ് പഠിച്ച സ്കൂളിൽ തന്നെ തുടരാൻ അവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവിടുന്ന് TC വാങ്ങി സ്വയം മറ്റു സ്കൂളിലേക്ക്, അതായത് ഈ തൃപ്പൂണിത്തുറ സ്കൂളിലേക്ക് മിഹിർ വരികയായിരുന്നു എന്നാണ് ഇന്നിപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പൂർണ്ണമായും തെറ്റാണ്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ റാഗിംഗ് അടക്കമുള്ള വിവരങ്ങൾ സംബന്ധിച്ച് പരാതികൾ ലഭിച്ചതെന്ന ഒരു പ്രതികരണമാണ് ഇന്നിപ്പോൾ സ്കൂൾ നടത്തിയത്. അതും തെറ്റാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം രേഖാമൂലം നേരത്തെ പരാതി നൽകിയിരുന്നു. അത്തരത്തിലുള്ള വാദങ്ങളെല്ലാം തെറ്റായ വാദങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് തങ്ങളുടെ ഈ ആഭ്യന്തര അന്വേഷണം ഒരു നീതിപൂർവമായ ഒരു ആഭ്യന്തര അന്വേഷണത്തിൽ നീതി ലഭിക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ കുടുംബം പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, സമൂഹ മാധ്യമങ്ങളിലൂടെ മിഹിറിനെതിരെ വിദ്യാർത്ഥികൾ ഇത്തരം ഒരു ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൽ അത്ഭുതമില്ല. കാരണം സ്കൂളിൻ്റെ ഭാഗത്തു തന്നെ ഈ മരിച്ചിട്ടും ഇപ്പോൾ വേട്ടയാടുന്ന സമീപനമാണ് സ്കൂൾ തുടരുന്നത്. അതുകൊണ്ട് തന്നെ വേദനാജനകമായ സംഭവത്തിൽ ഏത് നിലയിലാണ് സ്കൂളിൻ്റെ ഭാഗത്തും നീതി ലഭിക്കുക എന്ന ചോദ്യമാണ് എന്തായാലും മിഹിറിൻ്റെ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. നമുക്കറിയാം ഇന്ന് കുടുംബത്തിനെതിരെ, പ്രത്യേകിച്ച് മിഹിറിനെതിരെ വലിയ ആക്ഷേപമാണ് സ്കൂൾ ഉന്നയിച്ചത്. അതിനെതിരെ രൂക്ഷ വിമർശനമാണ് എന്തായാലും ഇപ്പോൾ മിഹിറിൻ്റെ അമ്മ ഈ ഒരു വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്, മിഹിർ മരിച്ചതിന് പിന്നാലെ ജനുവരി 23 പരാതി നൽകിയിരിക്കുന്നത്. മിഹിർ മരിക്കുന്നതിന് മുൻപും സ്കൂളിലെ റാഗിംഗ് വിദ്യാർത്ഥികളിൽ നടന്നിരുന്നു. അത്തരം സംഭവങ്ങളുടെ തെളിവുകളടക്കം നേരത്തെ സ്കൂളിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. അന്ന് നടപടിയെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മിഹിർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. സ്കൂൾ നേരത്തെ തന്നെ ഇടപെട്ടിരുന്നെങ്കിൽ മിഹിർ ജീവനൊടുക്കില്ലായിരുന്നു എന്നും ഇന്നത്തെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റാഗിങ്ങിൽ ആരോപണ വിധേയതയിൽ ഒരാൾ പ്രായപൂർത്തിയായ വിദ്യാർത്ഥിയാണെന്നും അമ്മ പറയുന്നുണ്ട്. നേരത്തെ സ്കൂൾ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ വിദ്യാർത്ഥികളെല്ലാം, അതായത് ആരോപണ വിധേയതെല്ലാം മൈനറാണെന്നായിരുന്നു സ്കൂൾ നടത്തിയ പരാമർശം. പക്ഷേ പൂർണ്ണമായും തെറ്റാണെന്നാണ് ഇപ്പോൾ അമ്മ ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. സ്കേൻ. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. എന്തായാലും ഈ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെയുള്ള അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവുകൾ അവരുടെ ഉണ്ടോ എന്നുള്ള കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അനിൽകുമാർ പറയുന്നു, ഈ കൊട്ടാരക്കരയിൽ ഒരു പോലീസുകാരനെ കാണാനില്ല എന്ന വാർത്ത വരുന്നുണ്ട്. എപ്പോൾ? ആവശ്യമില്ലാത്ത വാർത്തകളൊന്നും പറിച്ചുവിടരുത്. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 45 മിനിറ്റായ സമയമാണ്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ്. 1.5 കൊല്ലം മുമ്പ് സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ച ഒരു ദൃശ്യം വീണ്ടും കറങ്ങി തിരിഞ്ഞപ്പോൾ സജീവമായിട്ടുണ്ട്. പല ആളുകളും എൻ്റെ പേരതിൽ പരാമർശിക്കുന്നുകൊണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ചികിത്സാ സഹായത്തിന് വേണ്ടി പണപ്പിരിവിനായി N. ശ്രീകണ്ഠൻ നായർ ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സംഘടനയുടെ പേരിൽ തട്ടിപ്പ് പിരിവ് നടത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഈ വിരുദ്ധന്മാർ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എൻ്റെ പേരിലുള്ളതാണെന്ന് വ്യാജ അവകാശവാദമായിട്ടാണ് അന്ന് ഇറങ്ങിയത്. 1.5 കൊല്ലം മുമ്പ് ഈ വിഷയത്തിൽ തട്ടിപ്പുകാർക്കെതിരെ നിയമ നടപടി നമ്മൾ സ്വീകരിച്ചതാണ്. മാത്രമല്ല എൻ്റെ പേരിൽ ഒരു ട്രസ്റ്റും നിലവിലില്ല. ഞാൻ ആരെയും പിരിക്കാൻ ഏൽപ്പിച്ചിട്ടുമില്ല. പണം പിരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ പൈസ കിട്ടോ ഇങ്ങനെ ചോദിച്ചൊരു പിരിവ് നടത്താൻ ഒരു കാരണവശാലും നമ്മളാരെയും അനുവദിക്കത്തുമില്ല. നമുക്ക് 24 കണക്റ്റിൻ്റെ ട്രസ്റ്റുണ്ട്. അത് ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അത് ഫ്ലവേഴ്സ് ചാനലിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം ഞാൻ ആരെയും ഏൽപ്പിച്ചില്ല. ദയവായി പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. മാത്രമല്ല എവിടെയോ ചെന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥ 24-ൻ്റെ ശ്രീകണ്ഠൻ നായരാണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചൊരു സർട്ടിഫിക്കറ്റ് കൈ കൊടുത്താൽ നിങ്ങൾ പിരിച്ചോളാൻ. അങ്ങനെയൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ. ഇന്നത്തെ കാലമാണ്. ആരുടെയും പേര് പറയും. പ്രധാനമന്ത്രിയുടെ പേര് വരെ ആളുകൾ മിസ്യൂസ് ചെയ്തെന്ന് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം രേഖാമൂലമുള്ള ഡോക്യുമെൻറ്റുകൾ എഴുതി കൊടുക്കരുത്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ എല്ലാ ജാഗ്രതകളും പാലിക്കണം. നമുക്ക് പറ്റുന്ന നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കും. ഒപ്പം നല്ലവരായ പ്രേക്ഷകരും ജാഗ്രത പുലർത്തണം. ഈ ആളുകൾ വേറെ രൂപത്തിലും ഇറങ്ങിയെന്ന് വരും. വ്യാജന്മാരുടെ കാലമല്ലേ ഇപ്പോൾ. വിമർശനങ്ങൾക്കിടെ കിബി നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. യൂസർ ഫീ എന്ന പേരിൽ പിരിക്കാനാണ് തീരുമാനം. ഇതിനായി നിയമനിർമ്മാണം കൊണ്ടുവരും. അതേസമയം ടോൾ പിരിവിനെക്കുറിച്ച് മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഘടകകക്ഷികൾ എടുത്തിട്ടുള്ള നിലപാട്. 50 കോടിയിലേറെ രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡുകളിലും പാലങ്ങളിലുമാണ് യൂസർ ഫീ ഈടാക്കാനുള്ള നീക്കം. കിഫ്ബിയുടെ ശുപാർശ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ധനമന്ത്രിമാർ പങ്കെടുത്ത യോഗം അംഗീകരിച്ചിരുന്നു. കരട് നിയമം തയ്യാറാക്കി ബിൽ അവതരിപ്പിക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നാണ് വിവരം. കരട് നിയമത്തിൽ ടോൾ എന്ന വാക്ക് പരാമർശിക്കുന്നില്ല. യൂസർ ഫീസ് എന്നാണ് കരട് നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. യൂസർ ഫീസ് എന്ന പേരിലായാലും ഫലത്തിൽ ഇത് ടോൾ പോലെ നിശ്ചിത തുക ഈടാക്കാനുള്ള സംവിധാനമായിരിക്കും. ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ബില്ല് കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം. കിഫ്ബി നിർമ്മിച്ച സംസ്ഥാന പാതകളിലൂടെ 15 കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്നായിരിക്കും യൂസർ ഫീസ് വാങ്ങുകയെന്നാണ് കരട് നിയമത്തിൽ പറയുന്നത്. കിഫ്ബി പദ്ധതികൾക്ക് വരുമാനം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അതിൻ്റെ ചില മാതൃകകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നുമാണ് സർക്കാരിൻ്റെയും CPM-ൻ്റെയും പ്രതിരോധം. കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ട് വയ്ക്കുന്നു വികസനത്തിന്. അതിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബി പൊതുജനങ്ങൾക്ക് ശാപമായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാക്കളും പ്രതികരിച്ചു. ഇതൊരു വെള്ളാനയാണെന്നും ഇത് സംസ്ഥാനത്തിന് ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. അന്ന് ഞങ്ങളെ പരിഹസിച്ച ആളുകൾ ഇപ്പം അതിന് മറുപടി പറയണം.
യൂസർ ഫീ പിരിക്കുന്നതിൽ LDF-ൽ ചർച്ച നടന്നിട്ടില്ലെന്നാണ് ഘടകകക്ഷികളുടെ നിലപാട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലെ ഒരു പ്രേക്ഷകൻ വന്നിരുന്നു, കോളിഫ്ലവർ മോഷ്ടാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. SKN ഒരു കയ്യബദ്ധം പറ്റി ദയവ് ചെയ്ത് നാറ്റിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കോളിഫ്ലവർ മോഷ്ടാവല്ല, മറ്റേതോ മോഷ്ടാവാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ഒരു മോഷ്ടാവ് ഇങ്ങനെ പരസ്യമായിട്ട് വരാൻ സാധ്യതയില്ലല്ലോ. എന്നാലും ഈ കോളിഫ്ലവർ മോഷ്ടാവ് എവിടെയുണ്ടെങ്കിലും കുട്ടികളോട് കാണിച്ചത് വളരെ മര്യാദയോടായി പോയി കേട്ടോ. പറ്റുമെങ്കിൽ താങ്കൾ അതുകൊണ്ട് തിരികെ കൊടുക്കൂ. കുട്ടികളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. ഒരു പൂക്കളല്ലേ, പൂക്കളെ പോലെ ശോഭയുള്ളവരല്ലേ കുഞ്ഞുങ്ങൾ. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയിൽ ഉറച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്തതും റേഷൻ വിതരണം തടസ്സപ്പെടുന്നതും പിന്നാക്കാവസ്ഥയാണെന്നാണ് ജോർജ് കുര്യൻ്റെ നിലപാട്. ഇക്കാര്യം ഇദ്ദേഹം 24 തുറന്നു പറയുകയും ചെയ്തു. കേന്ദ്രമന്ത്രിയെയും BJPയും വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് രംഗത്ത് വന്നു. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ സഹായം കിട്ടുമെന്ന മുൻ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. റേഷൻ വിതരണം ചെയ്യാൻ കഴിയാതെ പ്രതിസന്ധി വരുന്നത് പിന്നോക്കാവസ്ഥ അല്ലേ എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. യാഥാർത്ഥ്യം തുറന്നു പറയാൻ കേരളം തയ്യാറാകണം. ഫിനാൻസ് കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. അത് പിന്നോക്കാവസ്ഥ എവിടെയെങ്കിലും ഉണ്ട് ചോദിച്ചാൽ തരും. ഇപ്പം സാമ്പത്തികമായിട്ട് തകർന്നു തന്നെ പിന്നോക്കാവസ്ഥയല്ലേ, ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് പിന്നോക്കാവസ്ഥയല്ലേ, റേഷൻ വിതരണം ചെയ്യാൻ പറ്റാത്തത് അതിനുള്ള പ്രതിസന്ധി വരുന്നത് പിന്നോക്കാവസ്ഥയല്ലേ. ജോർജ് കുര്യനും RSSും BJPയും എല്ലാം കേരളത്തിനെതിരാണെന്നും സാമ്പത്തിക പ്രതിരോധവും ആശയ പ്രതിരോധവും സൃഷ്ടിക്കുന്നുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇവിടെ ദാരിദ്ര്യം വേണം, പട്ടിണി വേണം. ആ പട്ടിണിയിലേക്ക് കേരളത്തെ നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും തരില്ല എന്നാണ്. അങ്ങനെ ഒരു ആനുകൂല്യം കേരളത്തിന് വേണ്ട. മോദി കേരളത്തെ അവഗണിക്കുന്നില്ലെന്ന കണക്കുകൾ നിരത്തി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രംഗത്ത് വന്നു. NDA സർക്കാർ വരുന്നതിന് മുമ്പ് 10 വർഷം ഇവിടെ ഭരിച്ചത് UPA ഗവൺമെന്റാണ്. ആ 10 വർഷം കേരളത്തിന് കേന്ദ്രം നൽകിയ സഹായങ്ങൾ, ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെടും. കേരള സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് ശരിയല്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ആരോപണം. 24 ഡൽഹി. വിനീത് നാരായണൻകുട്ടി പറയുന്ന കോളിഫ്ലവർ മോഷ്ടാവിനെ കിട്ടിയാൽ നാളെ ബ്രേക്കിംഗ് ന്യൂസ് ആകുമോ? തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ്. കുട്ടികളെ വിഷമിപ്പിച്ച ആളല്ലേ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ജനാർദ്ദൻ നായർ പറയുന്നു, ഇനി വ്യാജന്മാർ വന്ന് SKNനെ കൂടി പൊക്കിക്കൊണ്ട് പോകുമോ, വ്യാജനാക്കുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ. നന്ദൻ പറയുന്നു, പകുതി വിലയ്ക്ക് കുറച്ച് പേർ 2 വീലർ വാങ്ങി കോടികളെ തട്ടിപ്പ് നടത്തിയ കാര്യം പേപ്പറിൽ വായിച്ചു. ആളുകൾ ഇങ്ങനെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അത് നമുക്ക് എപ്പോഴും സംശയമുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ആളുകൾ വലിയ വിദ്യാസമ്പന്നരാണെന്നൊക്കെ അവകാശപ്പെടുമെങ്കിലും എളുപ്പം തട്ടിപ്പിന് നിന്നു കൊടുക്കുമെന്നുള്ളതാണ്. എന്നെ ഒന്ന് തട്ടിച്ചോന്നുമ്പോൾ നിരത്തിലിറങ്ങി നിന്നാലേ അഴിയെ പോകുന്നവനെല്ലാം കയറി തട്ടിച്ചുകൊണ്ട് പോകും. അതാണ് കാര്യം. മുഹമ്മദ് ഷാഫി പറയുന്നത്, വയനാട് ഇനി എന്തെങ്കിലും കേന്ദ്രം കൊടുക്കുമോ? കൊടുക്കുന്നില്ലെങ്കിൽ 2 ടൗൺഷിപ്പുകളും കേരളം എങ്ങനെ ഉണ്ടാകും? വിദേശത്തൊക്കെ പോയി പിരിക്കേണ്ടി വരില്ലെന്നാണ് ചോദിക്കുന്നത്. അത് സർക്കാരിൻ്റെ തലവേദന, സർക്കാർ ആലോചിക്കട്ടെ. പ്രേംകുമാർ പറഞ്ഞു, എൻ്റെ SKN നമ്മുടെ നാട്ടിൽ എന്തെല്ലാമാണ് നടക്കുന്നത്, വളരെ കഷ്ടമാണ് എന്ന് പറയുന്നു. നമ്മൾ ഈ കഷ്ടമാണെന്ന് ചിന്തിക്കുന്ന ആളുകളെല്ലാം കൂടി സംഘടിച്ച് ഈ ഭരണകർത്താക്കളെയും പ്രതിപക്ഷത്തുള്ള ആൾക്കാരെയും മറ്റ് പൊതുപ്രവർത്തകരെയും പോലീസ് സംവിധാനത്തെയൊക്കെ നേരെയാക്കിയാൽ ഈ സിറ്റുവേഷനൊക്കെ കുറേ മാറും. നമ്മൾ നിരാശ ബാധിച്ചിട്ട് കാര്യമില്ല. ഇനി ഡൽഹിയിലെ ജനങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. അവസാനവട്ട വോട്ട് ഉറപ്പാക്കി നേതാക്കൾ. ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തിയതും ഇന്ന് കണ്ടു. ഇന്ന് എന്തായാലും വോട്ടുറപ്പിക്കാനുള്ള മത്സരമായിരുന്നു. 13,033 പോളിംഗ് ബൂത്തുകൾ, 1,55,00,000 വോട്ടേഴ്സ്, സുരക്ഷയ്ക്കായി 30,000 പോലീസും 150 കമ്പനി അർദ്ധസേനയും, 70 മണ്ഡലങ്ങളിലായി 699 സ്ഥാനാർത്ഥികൾ. നാളെ രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കും. വോട്ടേഴ്സിനെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പാക്കി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അനായാസ വിജയം നേടിയ ആം ആദ്മി പാർട്ടി 4ാം തവണയും സർക്കാർ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. BJPയിൽ നിന്ന് കടുത്ത മത്സരമാണ് ഇത്തവണ നേരിടുന്നത്. ഡൽഹി മദ്യനയ അഴിമതിയും കെജ്രിവാളിന്റെ വസതി മോടി പിടിപ്പിക്കലും യമുനാ നദി മലിനീകരണവും അടക്കം അനവധി ആരോപണങ്ങളാണ് പ്രചരണത്തിനായി BJP ഇത്തവണ ഉപയോഗിച്ചത്. ഒപ്പം കേന്ദ്ര ബജറ്റും നികുതി ഇളവും മധ്യവർഗ വോട്ടേഴ്സ് നിർണായകമായ ഡൽഹിയിൽ BJPക്ക് അനുകൂല സാഹചര്യമൊരുക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ 2 തവണയും ചിത്രത്തിലില്ലാതിരുന്ന കോൺഗ്രസ് ഇത്തവണ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മുൻനിർത്തി തിരിച്ചുവരാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിനിടെ ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കാറുണ്ടെന്നും പക്ഷപാതപരമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കാറില്ലെന്നും വിശദീകരണം.
ഒരു മാസം നീണ്ട വാശിയേറിയ പ്രചരണം. ജനവിധി എന്തെന്ന് ഫെബ്രുവരി 8-ന് അറിയാം. അവസാന ഘട്ടത്തിലും വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും BJPയും ആം ആദ്മി പാർട്ടിയും. വിനീത VG 24 ഡൽഹി. യൂട്യൂബിൽ ജയകുമാറിന്റെ മകൻ ഒരു ഭീഷണി വന്നിട്ടുണ്ട്. കമന്റ് ഒന്നും വായിച്ചില്ലെങ്കിൽ മാതൃഭൂമി കമന്റ് ബോക്സിൽ പോകും, അവരെല്ലാം വായിക്കും. സത്യത്തിൽ അവർ ഈ അസുഖം പഠിപ്പിച്ചത് ഞാനാ, അതറിയാലോ. അവിടെ പോയാലെങ്കിൽ തിരിച്ചു വരും. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെച്ചതിൽ തമിഴ്നാട് ഗവർണർ RN രവിയോട് ചോദ്യങ്ങളുമായി ഇന്ന് സുപ്രീം കോടതി വന്നു. എന്തുകൊണ്ടാണ് ഗവർണർക്ക് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തതെന്ന് കോടതി ചോദിച്ചു. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്നത് എന്തിനെന്നും സുപ്രീം കോടതിയുടെ ചോദ്യം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് വളരെ പ്രശസ്തമാണ്. പോരിൻ്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും അദ്ദേഹം ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത്, പതുക്കെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നതും. എന്തായാലും സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ SK നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർ തീരുമാനമെടുക്കാത്തതിൽ തമിഴ്നാട് മാത്രമല്ല കേരളം, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. എന്തായാലും നിലവിൽ ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചത് തമിഴ്നാട് സർക്കാരിൻ്റെ ഹർജിയാണ്. അത് 2020 മുതൽ 23 കാലയളവിൽ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ തടഞ്ഞു വെച്ചതിനെതിരെ, RN രവി തടഞ്ഞു വെച്ചതിനെതിരെയായിരുന്നു തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ച ഘട്ടത്തിലാണ് ഈ ഗവർണർക്കെതിരെ ഇപ്പോൾ നിരവധി ചോദ്യങ്ങളുമായി സുപ്രീം കോടതി രംഗത്തെത്തിയത്. അതിൽ പ്രധാന നിരീക്ഷണം എന്നുള്ളത് ഈ നിഷ്ക്രിയത്വം കാണിക്കുന്നതിൽ ഒരു ആശങ്ക അത് സുപ്രീം കോടതി അറിയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഗവർണർക്ക് ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തത്, ഈ ബില്ലുകൾ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത് അത് മറ്റാരെയുമല്ല ജനങ്ങളെയാണ് ബാധിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. എന്തുകൊണ്ടാണ് ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ രാഷ്ട്രപതിക്ക് അയക്കുന്നത് എന്നതും സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി. എന്തായാലും നിലവിൽ ഗവർണർക്കെതിരെ ചോദ്യങ്ങൾ, വിമർശനത്തോടുകൂടിയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഹർജി, അതായത് തമിഴ്നാട് സർക്കാരിൻ്റെ നൽകിയ ഈ ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട്. SK. താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ നിയമസഭ പാസാക്കി അയക്കുന്ന ബില്ലുകൾ ഗവർണർ തടഞ്ഞു വയ്ക്കുന്നതിലുള്ള അസന്തുഷ്ടി കോടതിയുടെ ചോദ്യത്തിൽ പ്രകടമായിരുന്നു. എന്തായാലും അടുത്ത വ്യാഴാഴ്ച കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ കാര്യത്തിൽ അറിയാം. ഇനി ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ പുനരധിവാസത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ദുരന്തത്തിൽ വീട് നഷ്ടമായ വ്യക്തിക്ക് മറ്റൊരു വീടുണ്ടെങ്കിൽ പുനരധിവാസത്തിന് അർഹതയില്ല. ഇത്തരം ആളുകൾക്ക് ലഭിക്കുക നഷ്ടപരിഹാര തുക മാത്രമായിരിക്കും. വാടക വീടുകളിൽ താമസിക്കുന്നവർക്കും പുതിയ വീടിന് അർഹതയുണ്ടാകും. ഒരു വീട്ടിൽ താമസിക്കുന്ന കൂട്ടുകുടുംബങ്ങൾ റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ പുതിയ വീടിന് അർഹരാണ്. ഉത്തരവിൻ്റെ പകർപ്പ് 24-ന് കിട്ടി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും മനുഷ്യ വന്യജീവി സംഘർഷവും രാജ്യസഭയിൽ ഉന്നയിച്ച് P. സന്തോഷ് കുമാർ MP. കേന്ദ്ര സർക്കാർ കേരളത്തിനായി ഒന്നും ചെയ്തില്ലെന്ന വിമർശനം. You did not announce a single rupees package so far. The ministers who represent Kerala act as sinisters, not as ministers. I have no doubt in stating that. അപകടം നടന്നപ്പോൾ മുഖ്യമന്ത്രി ഉറങ്ങുകയായിരുന്നുവെന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനയിൽ സഭയിൽ ബഹളമുണ്ടായി. Minister tried to mislead the Wayanad landslide date and enter incident. So even the month. കേന്ദ്രമന്ത്രി തീയതി മാറ്റി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് V. ശിവദാസൻ MP. കിബി റോഡുകളിലെ ടോൾ യൂസർ ഫീ എന്ന പേരിൽ പിരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇതിനായി നിയമനിർമ്മാണം നടത്തും. ബില്ല് ബജറ്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാൻ നീക്കം. ടോൾ ഗേറ്റ് ഉണ്ടാകില്ല. ഉപയോഗിക്കുന്ന ദൂരത്തിന് മാത്രം ഫീസ് ഏർപ്പെടുത്താൻ ആലോചന. LDF ചർച്ച ചെയ്തിട്ടില്ലെന്ന ഘടകകക്ഷികൾ എതിർപ്പുമായി പ്രതിപക്ഷം. കിബി ശാപമായി മാറിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചിലർ കുടിലുകളിലെത്തി ഫോട്ടോഷൂട്ട് നടത്തി സംതൃപ്തി അടയുന്നുവെന്ന പരിഹാസം. घरों में जकूजी पर, स्टाइलिश शावर्स पर, लेकिन हमारा फोकस तो हर घर जल पहुंचाने पर है.
കെജ്രിവാളിന്റെ ആഡംബര വസതി വിവാദവും ആയുധമാക്കി പ്രധാനമന്ത്രി. മോദിയുടെ പ്രസംഗത്തിനിടെ ലോക്സഭയിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കി. കേരളത്തിന്റെ എയിംസ് ആവശ്യം രാജ്യസഭയിൽ PT ഉഷ ഉന്നയിച്ചു. 24 ഫോളോ അപ്പ്. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിച്ച സമിതിയുടെ റിപ്പോർട്ട് ചോർന്നതിൽ കോൺഗ്രസിൽ ആഭ്യന്തര അന്വേഷണം. മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ് അനിൽ അക്കര. പുറത്തു വന്ന റിപ്പോർട്ടിൽ ഒരു പേജ് മാത്രമാണ് വ്യാജമെന്ന് അദ്ദേഹത്തിന്റെ തിരുത്ത്. പരാതി പറയാത്ത സാഹചര്യത്തിൽ എന്തിനാണ് അന്വേഷിക്കുന്നത്, എന്തിനാണ് ആ റിപ്പോർട്ട് എന്താണെന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കാൻ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. വസ്തുത മനസ്സിലാക്കാതെ മത്സരിച്ചാണ് താൻ ചെയ്ത തെറ്റെന്ന് തുറന്നടിച്ച കെ മുരളീധരൻ. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് എന്ന CPIM. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഫസ്റ്റ് ഓൺ 24. സുൽത്താൻ ബത്തേരിയിൽ നിയമന കോഴയിൽ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറങ്ങുന്നു. IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ അന്വേഷണത്തിന് ED. കേസിന്റെ രേഖകൾ കൈമാറാൻ ആവശ്യപ്പെട്ട് വയനാട് SP-ക്കും ബാങ്കിനും നോട്ടീസ് അയച്ചു. അന്വേഷണം സ്വാഗതം ചെയ്ത് IC ബാലകൃഷ്ണൻ MLA. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് കരിങ്കൊടി പ്രതിഷേധവുമായി DYFI ഇന്ന് രംഗത്ത് വന്നു. വ്യവസായി ബോബി ചമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായം ചെയ്തെന്ന പരാതിയിൽ കേസെടുത്ത പോലീസ്. സസ്പെൻഷനിലുള്ള ജയിൽ DIG അജയകുമാർ, കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം അടക്കം 8 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസിന്റെ നടപടി ജയിലിൽ നിന്നുള്ള പരാതിയെ തുടർന്ന്. FIR-ന്റെ പകർപ്പ് 24-ന് കിട്ടി. കോഴിക്കോട് അരയിടത്തും പാലത്ത് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 50ഓളം പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. അപകടം ബൈക്കിനെ മറികടക്കുന്നതിനിടെ. ബൈക്ക് ഫ്രണ്ടിൽ പോവായിരുന്നു, മുന്നിലേക്ക് പോവുക ഈ ഭാഗത്തേക്ക്. അപ്പോൾ ബസ് ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ ബൈക്കിനും തട്ടി, ബൈക്ക് അവിടെ വീഴുകയും ചെയ്ത് ബസ് അവിടെ നിന്ന് മറിഞ്ഞ് ഇവിടെ എത്തുകയും ചെയ്തു. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ബസ് എത്തിയത് അമിത വേഗത്തിലെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വിവാദ പരാമർശത്തിൽ നിലപാടിൽ ഉറച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ഫിനാൻസ് കമ്മീഷനോട് തുറന്നു സമ്മതിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഫിനാൻസ് കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. അത് പിന്നോക്കാവസ്ഥ എവിടെയെങ്കിലും ഉണ്ട് ചോദിച്ചാൽ തരും. ഇപ്പം സാമ്പത്തികമായിട്ട് തകർന്നു തന്നെ പിന്നോക്കാവസ്ഥയല്ലേ. ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് പിന്നോക്കാവസ്ഥയല്ലേ. റേഷൻ വിതരണം ചെയ്യാൻ പറ്റാത്തത്, അതിനുള്ള പ്രതിസന്ധി വരുന്നത് പിന്നോക്കാവസ്ഥയല്ലേ. പണമില്ലെങ്കിൽ കേരള സർക്കാർ രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറയുന്നു. ധനകാര്യ കമ്മീഷൻ കേരളം സന്ദർശിച്ചപ്പോൾ കാര്യങ്ങൾ ധരിപ്പിച്ചതാണെന്ന് K. രാധാകൃഷ്ണൻ MP. BJPയും RSSും കേരളത്തിനെതിരെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അയൽവാസി പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ പ്രതിക്ക് ഇപ്പോഴും കടുത്ത നിരാശ. തന്റെ കുടുംബം തകർത്തത് പുഷ്പയെന്നും പ്രതി പറഞ്ഞു. സാറ് വിളിച്ചല്ലോ എന്നെ. സാറ് വിളിച്ചപ്പോൾ സാറ് എന്നെ നിർത്തിയത് അതാണ് നിങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞ വ്യക്തി പറയുമ്പോഴേക്ക് അയാൾ പിന്നെയും ഇതവിടെ വെച്ച് ചുണ്ട് കടിച്ചു, നാക്ക് കടിക്കുന്നു. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കടിച്ചു. തെളിവെടുപ്പിനിടെ ചെന്താമര ഭയപ്പെടുത്തിയെന്ന് പുഷ്പ. പോത്തുണ്ടിയിൽ കൊലപാതകം നടന്ന സ്ഥലത്ത് പ്രതിയെ എത്തിച്ച് കുറ്റകൃത്യം പുനരാവിഷ്കരിച്ചു. ക്രൂരകൃത്യത്തിന് ശേഷം ഒരു പകൽ മുഴുവൻ ഒളിച്ചിരുന്നത് കനാലിലെന്ന് പ്രതി. തൃപ്പൂണിത്തുറയിൽ റാഗിംഗ് പീഡനത്തെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കേസിൽ ആരോപണ വിധേയരെ സംരക്ഷിച്ച തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. കുട്ടികൾക്കെതിരെ തെളിവില്ലെന്നും നടപടിയെടുക്കാൻ കഴിയില്ലെന്നും വിശദീകരണം. മരിച്ച മിഹറിനെതിരെ ആരോപണവുമായി സ്കൂളിന്റെ വാർത്താക്കുറിപ്പ്. മരിച്ചിട്ടും മകനെ സ്കൂൾ അധികൃതർ വേട്ടയാടുന്നുവെന്ന് മിഹറിന്റെ അമ്മ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മണി മുതൽ. രാജ്യതലസ്ഥാനം വിധിയെഴുതാൻ ഒരുങ്ങുന്നത് വാശിയേറിയ പ്രചാരണത്തിനും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒടുവിൽ. നിശബ്ദ പ്രചാരണ ദിനത്തിൽ വോട്ടുറപ്പിച്ച സ്ഥാനാർത്ഥികൾ ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആഴക്കടൽ ഖനനത്തിലുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നു കോൺഗ്രസ്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധത്തിന് ആഹ്വാനം. മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് മാർച്ചിന് പ്രതിപക്ഷ MPമാർ നേതൃത്വം നൽകുമെന്ന് ഹൈബി ഈഡൻ MP. കേരളത്തിൽ ഈ മാസം 27-ാം തീയതി നടക്കുന്ന തീരദേശ ബന്ദിനെ കോൺഗ്രസ് പിന്തുണയ്ക്കും. പ്രധാന വാർത്തകൾ കഴിയുന്നു.
മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി കടക്കുന്നു. നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയായ ചെന്താമരയുടെ ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. അയൽവാസി പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ പ്രതിക്ക് ഇപ്പോഴും കടുത്ത നിരാശ. തന്റെ കുടുംബം തകർത്തത് പുഷ്പയാണെന്ന് ചെന്താമര ഇന്ന് പോലീസിനോട് പറഞ്ഞു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമീഷ് തത്സമയം ചേരുകയാണ്. നിഖിൽ, ഇയാളൊരു ബോൺ ക്രിമിനലാണോ, വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇയാളിത് പറയുന്നത്? ഗുഡ് ഈവനിങ്. ചെന്താമര രണ്ടു കൽപ്പിച്ചാണ്. ചെന്താമരയ്ക്ക് ഇന്നിപ്പോൾ തെളിവെടുപ്പിനിടെ പുഷ്പ എന്ന വയോധികയെ, അവിടുത്തെ അവരൊരു കാലിന് അസുഖമുള്ള ഒരു സ്ത്രീ കൂടിയാണ്, അവരെ ഇന്ന് വളരെ രൂക്ഷമായി ഈ തെളിവെടുപ്പിനിടെ പ്രതി നോക്കുന്നുണ്ടായിരുന്നു. അതിനർത്ഥം, അതായത് പ്രതിക്ക് ഈ പുഷ്പയോടുണ്ടായിരുന്ന കടുത്ത വൈരാഗ്യം നിലനിൽക്കുന്നുണ്ട്. പ്രതിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ തന്നെയാണ് പുഷ്പ. പുഷ്പയെ ഇത്രമേൽ പുഷ്പയോട് ദേഷ്യം തോന്നാനുള്ള കാരണം തൻ്റെ കുടുംബം തകർത്തത് പുഷ്പയാണ് എന്നാണ്. പുഷ്പയാണ് ഈ കുടുംബം തകർത്തവരിൽ ഒരാൾ എന്നുള്ളതാണ് പ്രതി വിശ്വസിക്കുന്നത്. തൻ്റെ ഭാര്യയോട് പല കാര്യങ്ങളും ചെന്ന് പറഞ്ഞു കൊടുത്തിരുന്നതൊക്കെ പുഷ്പയാണ് എന്ന് ഇയാൾ വിശ്വസിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ പ്രതി തനിക്ക് ഈ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ട് എന്ന് പറയുന്നത്. താനിനി ഒരിക്കലും പുറത്തിറങ്ങില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് ആ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. എന്തായാലും പ്രതിയെ ഈ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ തനിക്ക് വലിയ നിരാശയുണ്ട്. ഇനി ഒരു ദിവസം പോലും താൻ പരോൾ ആവശ്യപ്പെടില്ല എന്നുകൂടി പ്രതി പറയുന്നുണ്ട്. താൻ ചെയ്തത് വലിയ കുറ്റമാണ് എന്ന ബോധ്യമുണ്ട്. അതേസമയം ഈ പുഷ്പ തൻ്റെ കുടുംബം തകർത്തു, തൻ്റെ കുടുംബത്തെ ഇഴവിരിയിക്കാൻ കാരണമാക്കിയത് തന്നെ പുഷ്പയാണ് എന്നാണ് പ്രതി കരുതുന്നത്. നമ്മളോട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഈ തെളിവെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ പുഷ്പ സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, തന്നെ വളരെ രൂക്ഷമായാണ് നോക്കിയത്. ഒരിക്കൽ കൂടി അയാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെയും കുടുംബത്തെയും വകവരുത്തുമെന്നുള്ള കാര്യത്തിൽ തനിക്ക് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ ഇനി ധൈര്യമില്ല എന്നൊക്കെയാണ് പുഷ്പ പറഞ്ഞത്. എന്നാൽ അവരുടെ ആ സംശയത്തെ ശരിവെക്കുന്നത് തന്നെയാണ് ഈ പ്രതിയുടെ വെളിപ്പെടുത്തലും. പ്രതി എന്തായാലും മറ്റൊരു കൂസലുമില്ലാതെ തൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പോലീസിനോട് ഇങ്ങനെ പറഞ്ഞ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ തെളിവെടുപ്പിനിടെയും തെല്ലും കൂസലില്ലാതെയായിരുന്നു പ്രതിയുടെ പെരുമാറ്റം. നാളെയും തെളിവെടുപ്പുണ്ട്. പ്രതി ആയുധം വാങ്ങിയ എലവഞ്ചേരിയിൽ എത്തിച്ചാണ് പ്രതിയെ നാളെ തെളിവെടുക്കുക. എസ്കെ. താങ്ക് യു നിഖിൽ പ്രമീഷ്. അനിൽകുമാർ പറഞ്ഞു കൊട്ടാരക്കരയിൽ നേരത്തെ ഒരു പോലീസുകാരനെ കാണാതായി എന്ന് പറഞ്ഞാൽ ആ വാർത്ത സത്യമാണെന്ന് അനിൽകുമാർ പറയുന്നു. എൻ്റെ വീടിനടുത്താണ്. ഇതൊക്കെയാണോ തമാശ പറയേണ്ടത്? ഇവിടെ ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലും ഈ വാർത്ത പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടെത്താൻ സഹായിക്കണം സാർ, എഴുകോൺ പോലീസിനെ വിളിക്കണം സാർ എന്ന് പറയുന്നു അനിൽകുമാർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നാൽ നമ്മൾ ചാനലിലൂടെ കാണിക്കാം. കണ്ടെത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സഹായിക്കുകയും ചെയ്യാം. നമ്മൾ വിചാരിച്ചു പോലീസുകാരോട് ജനങ്ങൾക്കുണ്ടാകുന്നതിൽ അതൃപ്തി ഉണ്ടല്ലോ ചില നേരത്ത്, അതുകൊണ്ട് എഴുതി വിട്ടതാണോ എന്ന് ഞാൻ സംശയിച്ചു. അതുകൊണ്ട് പറഞ്ഞാണ് താങ്കൾ ക്ഷമിക്കുക. കോഴിക്കോട് ഈങ്ങാപ്പുഴ കാക്കാവയലിൽ കടയ്ക്ക് തീപിടിച്ചു. കണ്ണപ്പൻകുണ്ട് റോഡിൽ മണ്ഡലമുക്കിന് സമീപമാണ് ഈ അപകടം ഉണ്ടായത്. നാട്ടുകാർ ഇപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഷഹദ് റഹ്മാൻ ചേരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ, തീ ആളിപ്പടരുന്ന ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഷഹദ് റഹ്മാൻ കൂടി നമുക്കൊപ്പം ചേരും. ഷഹദ്, എങ്ങനെയാണ് ഈ തീ പിടിച്ചത്? ഫയർഫോഴ്സ് എത്തിയില്ലേ? എസ്കെൻ, ഫയർഫോഴ്സ് ഇപ്പോൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ അടിവാരത്തിന് താഴെയാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലമുള്ളത്, ഈങ്ങാമ്പുഴ എന്ന് പറയുന്നത്. ഈങ്ങാമ്പുഴ കാക്കവയലിൽ കണ്ണപ്പൻകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കടയുള്ളത്. 3 കടകളാണ്. ഈ 3 കടയിലാണ് തീ ആളിപ്പടർന്നിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടായിരുന്നത്. മുക്കം ഫയർഫോഴ്സ് ആണ് ഈ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുള്ളത്. ഈ കടയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. കാരണം അടിവാരത്തുള്ള ഈങ്ങാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം നടന്നിട്ടുള്ളത്. 3 കടകളാണ് ഉണ്ടായിരുന്നത്. ഷട്ടറുള്ള കടകളാണ്. പക്ഷേ എങ്ങനെയാണ് ഈ കടയിലേക്ക് തീ പടർന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. അതെന്തായാലും വരും മണിക്കൂറുകളിൽ പരിശോധനയിൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ നാട്ടുകാരുടെയും ഒപ്പം തന്നെ അഗ്നി ശമന സേനയുടെയും നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എസ്കേൻ. താങ്ക് യു ഷഹദ് റഹ്മാൻ. ആഴക്കടൽ ഖനനത്തിലുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുന്നു. ഈ മാസം 27-ാം തീയതി കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾ പ്രഖ്യാപിച്ച തീരദേശ ബന്ദിന് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് പറഞ്ഞു. മാർച്ച് 12-ാം തീയതി മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ചിനും ആഹ്വാനമുണ്ട്. ആഴക്കടലിൽ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. ഖനനം മത്സ്യസമ്പത്തിനെ കാര്യമായി ബാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. യാതൊരു പഠനവും മുന്നൊരുക്കവും ഇല്ലാതെ പ്രഖ്യാപിച്ചിട്ടുള്ള ക്രിട്ടിക്കൽ മിനറൽസ് മിഷനെതിരെ പാർലമെന്റിന്റെ അകത്തും പുറത്തും ശക്തമായി കെ.സി. വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അടക്കം ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി
പാർട്ടി തീരുമാനിച്ചിരിക്കുക. ഈ മാസം 27 നടക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ ബന്ദിന് കോൺഗ്രസ് പിന്തുണ നൽകും. യാതൊരു പഠനവും നടത്താതെയാണ് കേന്ദ്ര സർക്കാർ നീക്കം. സാമ്പത്തിക ലാഭമാണ് കമ്പനികളെ ഇതിലേക്ക് എത്തിക്കുന്നതെന്നും ഹൈബി ഈഡൻ MP. മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച ബഡ്ജറ്റിലാണ് ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ എന്ന പേരിൽ ആഴക്കടൽ ഖനനം നടത്താൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ തീരുമാനങ്ങൾ ഈ സർക്കാർ കൈക്കൊള്ളുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. 24 ഡൽഹി. TK അബൂബക്കർ പറയുന്നു, പുഷ്പ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇയാൾ ജയിലിൽ നിന്നെങ്ങാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം നീതിന്യായ സംവിധാനമൊക്കെ ശ്രദ്ധിക്കണം. മാത്രമല്ല TK അബൂബക്കർ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇയാൾ ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇയാൾക്ക് പുഷ്പയ്ക്ക് ആവശ്യമായ സുരക്ഷ സംസ്ഥാന സർക്കാർ തന്നെ കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തൊരു ജാഗ്രതക്കുറവ് കാണിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും പ്രതികാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്നൊരു ക്രിമിനൽ കൂടിയാണ് ഈ ചെന്താമര. ഉണ്ണിപ്പിള്ള പറഞ്ഞു, ചെന്താമരയുടെ വൈഫിനെ കണ്ടൊന്ന് ഇൻ്റർവ്യൂ ചെയ്താൽ കാര്യം അറിയാമല്ലോ എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. തൃശ്ശൂർ കുന്നംകുളത്ത് തെക്കേപ്പുറത്ത് വീട് കുത്തി തുറന്ന് മോഷണം നടന്നു. സ്വർണവും പണവും വിലപിടിപ്പുള്ള മദ്യവും കവർന്നുകൊണ്ടുപോയി. തെക്കേപ്പുറം സ്വദേശി കോതോട്ട് വീട്ടിൽ രാജൻ്റെ വീട്ടിലാണ് ഈ മോഷണം നടന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. പ്രൈം ടൈമിലേക്ക് സ്വാഗതം സൂരജ്, വിശദാംശങ്ങൾ. SKN പണവും സ്വർണവും ഒക്കെ മോഷണം പോകുന്ന കേട്ടിട്ടുണ്ടെങ്കിലും തെക്കേപ്പുറത്ത് കുന്നംകുളം സ്വദേശിയായിട്ടുള്ള രാജൻ കുന്നംകുളം തെക്കേപ്പുറം സ്വദേശിയാണ്. രാജന്റെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള മദ്യം ഉൾപ്പെടെയാണ് ഈ കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് വൈകുന്നേരമാണ് ഈ മോഷണ വിവരം കുടുംബാംഗങ്ങൾ അറിയുന്നത്. ഈ ഏറെക്കാലമായി രാജൻ ഈ മുംബൈയിലാണ് താമസമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് രാജൻ ഇവിടെ നിന്ന് ഈ വീട് പൂട്ടി മടങ്ങുന്നത്. അതിനുശേഷം ഒരു അയൽവാസിയായ യുവതിയെ ഇത് അടിച്ചു വാരുന്നതിന്, ഈ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരുന്നു. അവർ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് എത്തുന്ന സമയത്താണ് വീടിന് മുൻവശത്തെ വാതിൽ ആയുധം ഉപയോഗിച്ച് തിക്കി തുറന്ന നിലയിൽ കാണുന്നത്. പിന്നീട് വീടിനകത്ത് നടത്തിയ പരിശോധനയിൽ ഈ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 82,000 രൂപയും അതോടൊപ്പം തന്നെ 2 ഗ്രാമിന്റെ 2 സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയി എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള മദ്യവും ഈ മോഷ്ടാവ് മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുന്നംകുളം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ക്യാമറകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് മോഷ്ടാവിന് വേണ്ടി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു. മുഹമ്മദ് ഷാഫി പറയുന്നു, ഇനി ഇത്തരത്തിലുള്ള ചെന്താമരമാരെ കേരളത്തിൽ വളരാൻ അനുവദിക്കരുത്. അയാളെ അണ്ടർഗ്രൗണ്ട് ജയിലിലിടണം, പുറം ലോകം കാണിക്കരുത്. കാരണം ഇത്രയും ഓൺ ക്രിമിനലായി പെരുമാറുന്ന ഇയാളെ പുറം ലോകവും വെളിച്ചവും കാണിക്കുന്ന അത്ര ബുദ്ധിയല്ല. എന്തായാലും നിയമം അനുശാസിക്കുന്ന ഏറ്റവും നല്ല ശിക്ഷ അയാൾക്ക് വാങ്ങിക്കൊടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കഴിയണം. അത് ഈ നാടിൻ്റെ ആവശ്യമാണ്. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. യൂട്യൂബിൽ അസീസ് KK പറഞ്ഞു, ഒലക്കയുടെ മൂട് ഗോവിന്ദസ്വാമി ഓർത്താൽ നല്ലത് എന്നാണ് പറയുന്നത്. കാര്യം ഗോവിന്ദസ്വാമി നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നുള്ള രീതിയിലാണ് പ്രേക്ഷകർ പറയുന്നത്. ബാലചന്ദ്രൻ നായർ പറയുന്നത്, SKN മനഃപൂർവ്വമായ കൊലപാതകം ചെയ്ത ആളുകൾക്ക് പരോളും ജാമ്യവും നൽകുന്ന നിയമം അംഗീകരിക്കാൻ പറ്റുന്നതാണോ? പൊളിച്ചെഴുത്തുകൾ അത്യാവശ്യമല്ലേ? ബാലേന്ദ്രൻ നായർ, നമുക്ക് ഒരാൾ കുറ്റം ചെയ്തു എന്ന പേരിലൊക്കെ പരോളെ കൊടുക്കേണ്ട എന്നെങ്ങനെ പറയാൻ കഴിയും? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ കടക്കുകയാണ്. സാങ്കേതിക സർവകലാശാലയിലെ രജിസ്ട്രാർ, പരീക്ഷാ കൺട്രോളർ പുനർനിയമനങ്ങളിൽ സർക്കാർ നിർദ്ദേശം വൈസ് ചാൻസലർ തള്ളിക്കളഞ്ഞു. സർക്കാർ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ K ശിവപ്രസാദ്. നിയമനം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമെന്നും VC പറഞ്ഞു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, ഏത് സാഹചര്യത്തിലാണ് VC ഈ നിയമനത്തിൻ്റെ കാര്യം അങ്ങനെ നിശ്ചിതമായ തീരുമാനമെടുത്തത്? SKN കഴിഞ്ഞ കുറേ നാളുകളായി സാങ്കേതിക സർവകലാശാല VCയും സർക്കാരും തമ്മിൽ പോര് നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം 16-ാം തീയതി സാങ്കേതിക സർവകലാശാല VC-ആയി ഡോക്ടർ K ശിവപ്രസാദ് ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യ സിൻഡിക്കേറ്റ് യോഗം നടന്നിരുന്നു. ഇത് ചില അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് വലിയ തർക്കം ഉണ്ടാവുകയും സിൻഡിക്കേറ്റ് യോഗം VC പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഒരു താൽക്കാലിക അധ്യക്ഷനെ നിയമിച്ചുകൊണ്ട് മറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗം തുടരുകയും അതിൽ ഈ പരീക്ഷാ കൺട്രോളറുടെ ഈ നിയമനം നീട്ടി നൽകണമെന്ന തീരുമാനമെടുക്കുകയും അത് സർക്കാരിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഈ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ തിരിച്ച VCക്ക് ഇത് നൽകിയത്. അതായത് പരീക്ഷാ കൺട്രോളർക്ക് പുനർനിയമനം നൽകണമെന്ന നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗമായി VCക്ക് നൽകിയത്. ഈ നിർദ്ദേശമാണ് ഇപ്പോൾ VC തള്ളിയിരിക്കുന്നത്. കാരണം നിയമപരമായി ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് VCയുടെ നിലപാട്. ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ചില വിഷയമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ തനിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുകൂടി VC ഡോക്ടർ K ശിവപ്രസാദ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഉണ്ടായിരുന്ന
അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ സർക്കാരുമായിട്ടുള്ള ഒരു തർക്കം ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ ഈ ഗവർണറുടെ ഒരു ഇടപെടൽ VC നിയമനത്തിൽ ഉണ്ടായി എന്നും സർക്കാരിന്റെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അപ്പാടെ തള്ളുന്ന ഒരു നിലപാടാണ് ഈ ഗവർണറും ഒപ്പം VCയും എടുക്കുന്നത് എന്നുള്ള ഒരു വിമർശനമായിരുന്നു സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത്തരത്തിൽ അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ ആ ഒരു തർക്കം തുടരുന്നു എന്നതിന്റെ സൂചനയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ഈ ഒരു നിർദ്ദേശം VC തള്ളിയതിലൂടെ മനസ്സിലാകുന്നത്. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. ജാസ്മിൻ ജെയിൻ പറയുന്നു, പുതിയ പ്രേക്ഷകർ വന്നപ്പോൾ പഴയ പ്രേക്ഷകരെ മറന്നു. പഴയ പ്രേക്ഷകർ എപ്പോഴും അവിടെ ഉണ്ടല്ലോ, അതല്ലേ വേരുകൾ. ആ വേരുകൾ പടർന്ന് പന്തലിച്ച് ഇലകളായി ഇങ്ങനെ വന്നപ്പോഴല്ലേ പൂക്കളൊക്കെ ഉണ്ടായപ്പോൾ പുതിയ ആൾക്കാർ വന്നത്. അപ്പോൾ പുതിയ ആൾക്കാരും വേണം, പഴയ ആളുകളും വേണം. പഴമയ്ക്ക് എപ്പോഴും ഒരു ആദരവുണ്ട്. പാമ്പും പഴകിയാൽ പഷ്ടാന്നല്ലേ പറയുക ആളുകൾ. അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. മൂസ MP പറയും, നിയമത്തിൻ്റെ ബലക്കുറവാണ് ചെന്താമര പോലുള്ള ആളുകൾ ശക്തിപ്പെടാൻ കാരണം എന്ന് പറയുന്നു. അജികുമാർ പറഞ്ഞ, അടൂരിലെ വീട്ടിൽ കിടക്കുന്ന കാറിൽ അലാറം അടിക്കുന്നു. അതിന് ഞാനെന്ത് ചെയ്യും? ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ക്യാമ്പയിന് ആരോഗ്യവകുപ്പ് തുടക്കം കുറിച്ചു. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവുകൾ പ്രചരിപ്പിക്കുന്നതാണ് ക്യാൻസറിനേക്കാൾ വലിയ അപകടമെന്ന് ചലച്ചിത്ര നടി മഞ്ജു വാര്യർ പറഞ്ഞു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ചാണ് പുതിയ ക്യാമ്പയിൻ. ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ. രോഗം നേരത്തെ കണ്ടെത്താനും അവബോധം വർദ്ധിപ്പിക്കാനുമാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ക്യാൻസർ ഒരു മഹാമാരിയാണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവബോധം നല്ല രീതിയിൽ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. രോഗം നേരത്തെ കണ്ടെത്താനാവും. അപ്പോൾ രോഗം നേരത്തെ കണ്ടെത്തുക, അതേപോലെ തന്നെ സമയബന്ധിത ചികിത്സക്ക് പ്രേരിപ്പിക്കുക. തൻ്റെ അമ്മ ക്യാൻസർ അതിജീവിച്ച സാഹചര്യങ്ങൾ പങ്കുവച്ച് ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ നടി മഞ്ജു വാര്യർ. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് പിന്നെ ജീവിതമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എൻ്റെ മുന്നിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അതിനെ ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചെറുത്ത് തോൽപ്പിച്ച് വീണ്ടും പഴയതിലും ഭംഗിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കൂടുതൽ ആക്റ്റീവായി കൂടുതൽ സന്തോഷത്തോടെ കൂടുതൽ സുന്ദരിയായി ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട്. ആ അമ്മയാണ് എന്നെ സംബന്ധിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയോടെ വളരെ വലിയൊരു ഇൻസ്പിറേഷനായി ഞാൻ നോക്കിക്കാണുന്നത്. കേരളത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ സർവേയിൽ 9 ലക്ഷം പേർക്ക് ക്യാൻസർ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതായി മന്ത്രി വീണ ജോർജ്. ക്യാൻസർ രോഗികളുടെ എണ്ണം ഓരോ വർഷം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. 65,000-ന് മുകളിൽ പുതിയ ക്യാൻസർ കേസുകൾ ഓരോ വർഷവും ഉണ്ടാവുകയാണ്. ചിലരെങ്കിലും വിചാരിക്കുന്നത് ക്യാൻസർ എന്നാൽ മരണം ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിജീവിക്കേണ്ടത് 2 കാര്യങ്ങളെയാണ് പ്രധാനം. ഒന്ന്, നമ്മുടെ ഭയത്തെ അതിജീവിക്കണം. 2, നമുക്ക് ഈ അജ്ഞത, ചിലർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ അജ്ഞതയെ അതിജീവിക്കണം. സംസ്ഥാനത്തെ 855 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ക്യാൻസർ സ്ക്രീനിംഗ് പരിശോധനകൾക്കും തുടക്കമായി. 24 തിരുവനന്തപുരം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുഹമ്മദ് ഷാഫി കോഴിക്കോട് പറയുന്നു, ഡൽഹി റിസൾട്ട് വരുന്ന ദിവസം 24 ലൈവ് കാണിച്ചിരിക്കും. കാശ്മീർ വിജയകുമാർ SKN തന്നെ ആയിരിക്കില്ലേ അവതരിപ്പിക്കുക? തീർച്ചയായിട്ടും നമ്മളുണ്ടാകും. ഇപ്പോൾ തന്നെ നമ്മൾ ഉടുപ്പൊക്കെ തയ്പ്പിച്ച് കഴിഞ്ഞു. നാളെ വോട്ടിടാൻ പോകുന്നേ ഉള്ളൂ ആളുകൾ. പ്രിയപ്പെട്ടവർ, ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. ഇനി പ്രൈം ടൈം നാളെ രാത്രി 8:30 സംപ്രേഷണം ചെയ്യും.